അല്ലാഹുവേ പടച്ച റബ്ബിന്റെ ദീനിലേക്ക് ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് കടന്നു വന്നാൽ അവൻ അല്ലാഹു കൊടുക്കുന്ന പ്രതിഫലം അത് പറയുന്നതിന് മുമ്പ് വരെ തന്റെ ജീവിതത്തിൽ ചെയ്ത സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞുകൊണ്ട് ദീനിലേക്ക് കടന്നു വന്നാൽ അതിനു മുമ്പ് എത്ര വലിയ ദ്രോഹം ചെയ്തവനാകട്ടെ, അല്ലാഹുവിന്റെ പ്രവാചകന്റെ പ്രിയപ്പെട്ട കൊച്ചാപ്പയായ ഹംസ റളിയല്ലാഹു തആല അൻഹു അവിടത്തെ കരളും കൂമ്പും വരെ വലിച്ചു പറിച്ച ഹിന്ദ് എന്ന് പറയുന്ന പെണ്ണുണ്ടല്ലോ, വഹ്ശിയുണ്ടല്ലോ, അത്രയും വലിയ റസൂലുള്ള ഇതുപോലെ വേദനിച്ച രംഗമില്ല. ആ സ്വഹാബി വരെ ദീനിലേക്ക് കടന്നു വന്നില്ലേ, അതിനു മുമ്പ് ചെയ്തത് മുഴുവനും അല്ലാഹു പുറത്തു കൊടുത്തെങ്കിൽ ലാ ഇലാഹ ഇല്ലല്ലാഹയുടെ മഹത്വം അറിയണോ? ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയ ഒരു സഹാബിയുണ്ട്. ഒറ്റ സെക്കൻഡ് കൊണ്ട്, ഒരു മിനിറ്റ് കൊണ്ട് അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് കടന്നുപോയ ഒരു സഹാബിയുടെ ചരിത്രമുണ്ട്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെന്ന് പറയുകയാണ്, റസൂലുള്ളാഹി പറഞ്ഞല്ലോ, അമലുഹു ഖലീൽ. റസൂലുള്ളാഹി പറയുകയാ, അമലുഹു ഖലീൽ വഅജ്റുഹു കസീർ. ഒറ്റ മിനിറ്റ് കൊണ്ട് സ്വർഗ്ഗത്തിൽ പോയ സ്വഹാബി യുദ്ധക്കളത്തിൽ നിൽക്കുകയാണ്, ശത്രുക്കളോട് പോരാടിക്കൊണ്ടിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ യുദ്ധക്കളത്തിൽ നിൽക്കുമ്പോ ഒരു മുസ്ലിമായ മനുഷ്യൻ വരുന്ന, മുഹമ്മദേ, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം, എനിക്ക് നിങ്ങളുടെ കൂടെ കൂടണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നു. റസൂലുള്ളാഹിയോട് പറഞ്ഞു, എനിക്ക് മുസ്ലിമാകണം, എനിക്ക് സ്വർഗ്ഗത്തിൽ പോകണം. അല്ലാഹുവിന്റെ പ്രവാചകന്റെ മുന്നിലേക്ക് കടന്നു വന്നപ്പോ ആ യുദ്ധം നടക്കുന്ന രണാങ്കണത്തില് ഒരു മുസ്ലിമായ മനുഷ്യൻ വന്നിട്ട് മുത്തുനബിയോട് മുസ്ലിമാകണമെന്ന് പറഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞു കൊടുത്തു, അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്. അവിടുന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുക്കുകയാണ്. റസൂലുള്ളാഹിന്റെ കയ്യിൽ പിടിച്ച് ഷഹാദത്ത് കലിമ പറഞ്ഞു. അവിടുന്ന് റസൂലുള്ളാഹിയുടെ മുന്നിൽ നിന്ന് മുസ്ലിമായി. എന്നിട്ട് ആ മനുഷ്യൻ ചോദിക്കുന്നു, നബിയേ, യുദ്ധത്തിൽ ഷഹീദായ എന്ത് കിട്ടും നബിയേ? റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. റസൂലുള്ളാഹി പറഞ്ഞ സ്വർഗ്ഗം കിട്ടും. ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് ഒരു മിനിറ്റ് ആയില്ല, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഈ രണാങ്കണത്തിൽ ഷഹീദായ സ്വർഗ്ഗം കിട്ടും. ആ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മുസ്ലിമായ സഹാബി ഉണ്ടല്ലോ, അതാ വാളും എടുത്തുകൊണ്ട് രണാങ്കണത്തിലേക്ക് പോകുകയാ. വാളും എടുത്തുകൊണ്ട് ശത്രുക്കളുടെ നടുവിലേക്ക് അതാ പാഞ്ഞു കയറുകയാണ്. ഒരു നിമിഷം മുമ്പ് വരെ തന്റെ കൂടെ നിന്നവന് പെട്ടെന്ന് കൂറുമാറിയല്ലോ. തന്റെ കൂടെ യുദ്ധക്കളത്തിൽ നിന്നവന് പെട്ടെന്ന് മുഹമ്മദ് നബിയുടെ ചാരത്ത് പോയി മുസ്ലിമായിട്ട് തിരിച്ചു വരുന്നത് കണ്ടപ്പോ ശത്രുക്കള് നാലു ഭാഗത്ത് നിന്ന് വളഞ്ഞിട്ട് വെട്ടിഞ്ഞുറുക്കുകയാ. സുബ്ഹാനല്ലാഹ്. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. മുത്തുനബിയുടെ മുന്നിലേക്ക് ചുമന്നു കൊണ്ടുവരികയാ. ആരെയെന്നറിയോ? ഒരു മിനിറ്റ് മുമ്പ് ഷഹാദത്ത് കലിമ പറഞ്ഞിട്ട് പോയ സ്വഹാബി, ഒരു മിനിറ്റ് മുമ്പ് മുസ്ലിമായിട്ട് പോയ സ്വഹാബി. ആ സഹാബിയുടെ ജനാസ കൊണ്ടുവന്നപ്പോഴാണ് റസൂലുള്ളാഹി പറഞ്ഞു, സഹാബാ, അമലുഹു ഖലീൽ. അമലു കുറച്ചേ ഉള്ളൂ. ഒരുപാട് നിസ്കാരമില്ല, ഒരു സുജൂദ് പോലും ചെയ്തിട്ടില്ല, ഒരു നോമ്പ് പോലും പിടിച്ചിട്ടില്ല, ഒരു ദിക്ർ പോലും പറഞ്ഞിട്ടില്ല, ഒരു സുജൂദ് പോലും ചെയ്യാത്ത മനുഷ്യന് ഒറ്റ മിനിറ്റ് കൊണ്ട് ഷഹീദായിട്ട് തിരിച്ചു വരികയാണ്. റസൂലുള്ളാഹി പറഞ്ഞു, അമല് ചെറുതാ, പക്ഷേ പ്രതിഫലം വലുതാണ് സഹാബാ. അല്ലാഹുവിന്റെ സ്വർഗ്ഗത്തിലേക്ക് പച്ചപ്പറവയെ പോലെ പറന്നു പോയെന്ന ചരിത്രം പറയുമ്പോ ലാ ഇലാഹ ഇല്ലല്ലാഹ് വെറുതെ തെള്ളി നീക്കാറുള്ളതല്ല, തസ്ബീഹ് എടുത്ത് വെച്ച് ചിരിച്ചും കളിച്ചും പറയാറുള്ളതല്ല. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ അവന്റെ പാപം അല്ലാഹു പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഒറ്റ മിനിറ്റ് നിങ്ങൾ ചിന്തിക്ക്, ഒരു സുജൂദ് പോലും ചെയ്യാതെ സ്വർഗ്ഗത്തിൽ പോയ സഹാബി. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ, അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അങ്ങനെ വേണം, അതാ മനുഷ്യന്മാര്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, നബിയെ, എനിക്ക് മുസ്ലിം ആകണം, എന്ത് ചെയ്യണം? ഷഹാദത്ത് കലിമ പറഞ്ഞു കൊടുത്തു. യുദ്ധത്തിൽ പോയാൽ എനിക്ക് സ്വർഗ്ഗം കിട്ടും. വാള് കൊടുത്തോട്ട് അങ്ങോട്ട് പോയി നോക്കുമ്പോ തൊട്ട് മിനിറ്റ് മുമ്പ് വരെ കൂടെ നിന്നവൻ കൂറുമാറി തിരിഞ്ഞു വരാ. വിടുവോ?
മിനിറ്റുകൾക്കുള്ളിൽ കൊണ്ടുവന്നു. അല്ലാഹുവേ സ്വർഗ്ഗത്തിലേക്ക് പറന്നുപോയി. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു പറയുന്നു, മൻ ഷഹിദ അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് യുസദ്ദിഖു ഖൽബഹു ലിസാനഹു ദഖല മിൻ അബ്വാബി ജന്ന. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നു, ഏതെങ്കിലും ഒരു മനുഷ്യൻ വിശ്വാസത്തോടുകൂടി ഈമാനോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും അവന് സ്വർഗ്ഗത്തിൽ കയറിപ്പോകാൻ പറ്റുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്വർഗ്ഗത്തിന്റെ ഏത് വാതിലിലൂടെ വേണമെങ്കിലും കയറിപ്പോകാം ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ. മഹാനായ അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഏതെങ്കിലും ഒരു മനുഷ്യൻ ഇഖ്ലാസോടുകൂടി ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ ഇല്ലാ ഹറമല്ലാഹു അലൈഹി നാർ, നരകത്തിന്റെ തീ അവനെ തൊടില്ല എന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതാണ് ആ ദിക്റിന്റെ മഹത്വം, അതാണ് ആ ദിക്റിന്റെ മഹത്വം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അബൂ ഹുറൈറ അനസ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നാളെ ഈ ദിക്ർ ഇത് പറയാത്തവന്മാര് മുഴുവനും വായിക്കകത്ത് കൈവച്ചിട്ട് കടിക്കുന്ന ഒരു രംഗമുണ്ട്. എടാ, കള്ളുകുടിയനാകട്ടെ, വ്യഭിചാരിയാകട്ടെ, എത്ര വലിയ വൃത്തികെട്ടവനാകട്ടെ, പക്ഷെ അവന്റെ നാവ് കൊണ്ട് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ ചെയ്ത പാപത്തിന്റെ ശിക്ഷ കഴിഞ്ഞിട്ടാണെങ്കിലും അല്ലാഹുവിന് സ്വർഗ്ഗം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും അവൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞിട്ടുണ്ടോ, ഓൻ എന്നെങ്കിലും ഒരു കാലത്ത് സ്വർഗ്ഗത്തിൽ പോകും. അപ്പോഴാണ് ഇത് പറയാത്ത മഹാന്മാരൊക്കെ പറയണത്, ഇതൊക്കെ ഒന്ന് പറയാൻ പോലും പറ്റിയില്ലല്ലോ. അവിടെ വെച്ചാണ് പൊളിച്ചവനും വറുത്തവനൊക്കെ പറയുക, അവിടെ വെച്ചാണ് ഇവരൊക്കെ പറയുന്നത്, ഇതൊന്നും പൊരിയ ദുനിയാവി വെച്ച് ഒരു വട്ടം ഒന്ന് പറയാൻ പറ്റില്ലല്ലോ പടച്ചോനെ എന്ന് വായിക്കകത്ത് കൈവച്ച് കടിക്കുന്ന രംഗം. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇബ്ലീസ് തന്നെ പറഞ്ഞത് എന്നെ നശിപ്പിച്ചു കളഞ്ഞത് ഈ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയുന്നതിലൂടെയാണ്. ഞാൻ പാപങ്ങൾ ചെയ്യാൻ വേണ്ടി എല്ലാവരെ കൊണ്ട് പാപം ചെയ്യിപ്പിക്കും, അവരെ ഞാൻ അങ്ങനെ പിഴപ്പിക്കാൻ നോക്കുമ്പോൾ അവന്മാര് ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞിട്ട് എന്നെ നശിപ്പിച്ചു കളയാ. മീസാനിലെ ഏറ്റവും ഭാരമുള്ള വസ്തുവാണ് ലാ ഇലാഹ ഇല്ലല്ലാഹ്. അതുകൊണ്ട് സഹോദരങ്ങളെ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് ആക്കരുത്. അതേ ഉള്ളൂ, വെറും ലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ല, അത് പറയുമ്പോൾ അതിന്റെ അർത്ഥം മനസ്സിലാക്കി ലാ ഇലാഹ ഇല്ലല്ലാഹ് അതിന്റെ അർത്ഥം മനസ്സിലാക്കി പറ. അത് മീസാൻ നിറയ്ക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നു. എന്റെ പ്രിയമുള്ളവരെ, ഞാൻ പറഞ്ഞു വന്നത്, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞാൽ പാപം പൊറുക്കുകയാണ്. ഷഹാദത്ത് കലിമ പറഞ്ഞാൽ പാപം പൊറുക്കുന്നു. 2, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, 5 നേരം നിസ്കരിച്ച സമ്മാനം എന്താ? സ്വർഗ്ഗം. പിന്നെ 5 നേരം ഒരു മനുഷ്യൻ നിസ്കരിച്ചാൽ അവന്റെ പാപങ്ങൾ മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുമെന്ന് നബിയിനാ റസൂലുള്ളാഹി. നിസ്കരിക്കുന്ന അല്ലാഹുവിന് നന്ദി കാണിക്കുമ്പോ സമ്മാനമായി അല്ലാഹു തരുന്നത് പാപമോചനം. നിസ്കരിച്ചു കഴിഞ്ഞാൽ ഒരു മനുഷ്യന്റെ പാപം അല്ലാഹു പൊറുക്കുകയാണ്. നിസ്കാരത്തിലൂടെ മനുഷ്യന്റെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുന്നു. മഹദിയായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ തന്റെ കരളിന്റെ കഷ്ടമായ തന്റെ പൊന്നാര മകളായ ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ, അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് തന്റെ പൊന്നാര മകളോട് പറയുന്നു, യാ അബാ ഫാത്തിമ ഇൻ അറദത അൻ തൽഖാനി ഫഅഖ്സിറു സുജൂദ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു, ഫാത്തിമ, നാളെ നിനക്കെന്നെ കാണണോ? നാളെ ഉപ്പാടെ നിനക്ക് കാണണോ? ഉപ്പാടെ കൂടെ നിനക്ക് നടക്കാൻ ആഗ്രഹമുണ്ടോ? സുജൂദുകൾ അധികരിപ്പിക്കണേ ഫാത്തിമ, സുജൂദ് അധികമായിട്ട് ചെയ്യണേ ഫാത്തിമ, ഒരുപാട് നിസ്കരിക്കണേ എന്ന് പ്രവാചകൻ തന്റെ പൊന്നാര മകളോട് പറഞ്ഞു കൊടുക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെന്ന് നോക്കുമ്പോൾ പള്ളിക്കകത്തൊരു മനുഷ്യന് സുജൂദിൽ കിടക്കുകയാ. ഒരു മനുഷ്യൻ നിന്ന് നിസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ്. മഹാനായ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടെ നിന്നവരോട് ചോദിച്ചു, ഈ മനുഷ്യൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? ഈ ചെറുപ്പക്കാരൻ ആരാണെന്ന് നിങ്ങൾക്കറിയുമോ? അവിടെ നിന്ന് പറഞ്ഞു, ഞങ്ങൾക്കറിയില്ല. അറിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ആ മനുഷ്യനോട് പറ സുജൂദ് ദീർഘിപ്പിക്കാൻ. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, അവിടെ നിന്ന് പറഞ്ഞു, നിങ്ങൾ ആ മനുഷ്യനെ അറിയുമെങ്കിൽ പറഞ്ഞു കൊടുക്ക്, സുജൂദ്
സുജൂദ് അധികരിപ്പിക്കാൻ, സുജൂദ് ദീർഘിപ്പിക്കാൻ കാരണം എന്തെന്നറിയോ സഹോദരാ? പെട്ടെന്ന് ഒറ്റയ്ക്കൊക്കെ നമസ്കരിക്കുമ്പോ സുജൂദ് ദീർഘിപ്പിക്കണം. പെട്ടെന്ന് തലകുത്തി വീണിട്ട് എഴുന്നേക്കല്ലോ. ഒരു മനുഷ്യന് സുജൂദിൽ കിടക്കുമ്പോ അവൻ ചെയ്ത പാപങ്ങൾ മുഴുവനും തലയുടെ മുകളിൽ വന്നിരിക്കുകയാണ്. അവൻ സുജൂദിൽ കിടക്കുമ്പോ അവന്റെ പാപങ്ങൾ പൊഴിഞ്ഞ് താഴെ വീഴുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പറയുമ്പോ നമസ്കാരത്തിൽ ഒരിക്കലും അലസത കാണിക്കരുത്. നമസ്കാരത്തിന്റെ കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകരുത്. എന്ത് ജോലിയാകട്ടെ, എത്ര വലിയ തിരക്കാകട്ടെ, എത്ര വലിയ ബിസിനസ് ആകട്ടെ, എത്ര വലിയ കാര്യമാകട്ടെ, അല്ലാഹുവേ നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു പരിപാടിക്കും നിങ്ങളതിന് നിൽക്കരുത്, അതിന് നിങ്ങൾ തയ്യാറാകരുത്. ഒരു ചരിത്രം പറഞ്ഞു തരട്ടെ. പടച്ചവനെ, കമ്പോളത്തിൽ ഒരു അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാ. കമ്പോളത്തിൽ ഒരു പ്രായം ചെന്ന അല്ലാഹുവേ ഒരു ചെറുപ്പക്കാരനെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. ഒരു കോടീശ്വരനായ മനുഷ്യനുണ്ടല്ലോ, അടിമച്ചന്തയിൽ നിർത്തിയിരിക്കുന്ന ചെറുപ്പക്കാരന്റെ ചാരത്ത് അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുകയാണ്. സൗന്ദര്യവാനായ ചെറുപ്പക്കാർ അടിമയെ വിൽക്കാൻ വെച്ചിരിക്കുന്നത് കണ്ടപ്പോ ഒരു പണക്കാരൻ ചെന്നിട്ട് അവിടെ നിന്ന് വില പറഞ്ഞ് വിളിക്കുകയാണ്. അവിടെ നിന്ന് വില കൊടുത്ത് വാങ്ങുമ്പോ തന്റെ മുതലാളിയോട് അടിമ പറയുന്നു, ഞാൻ കൂടെ വരണമെങ്കിൽ 3 കണ്ടീഷൻ ഉണ്ട്. 3 കണ്ടീഷൻ ഉണ്ടെങ്കിലേ ഞാൻ വരാൻ തയ്യാറാണ്. പടച്ചവനെ ചോദിച്ചു, ഒന്നാമത്തെ കണ്ടീഷൻ എന്താ? അടിമ പറയുന്നു, യജമാനനോട് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു ജോലിയും എനിക്ക് തരല്ലേ, എനിക്ക് നമസ്കരിക്കാൻ സമയം തരണം, 1 മിനിറ്റ് പോലും എനിക്ക് മാറ്റിവെക്കാൻ കഴിയില്ല. അടിമയോട്, യജമാനനോട് അടിമ പറയുന്ന ഒന്നാമത്തെ കാര്യം, എനിക്ക് ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ സമയം തരണം. അടിമ പറയാ, യജമാനനോട് പറയുന്നു, എനിക്ക് 3 കാര്യമാണ് പറയാനുള്ളത്. 1, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കണം. അതിലൊരു വിട്ടുവീഴ്ചയ്ക്ക് ഞാൻ തയ്യാറല്ല. കടയിൽ ജോലിക്ക് കയറുമ്പോ ആരാപ്പ പറയാ മുതലാളിയോട് ബാങ്ക് വിളിച്ചാ പള്ളി വിടണം? കടയിൽ ജോലിക്ക് പോയി ആരാ പറയാ മുതലാളിയോട്, എനിക്ക് ജോലി വേണം, ജോലിയൊക്കെ തരാം, പക്ഷെ ജോലിയൊക്കെ കിട്ടും. ശരി, ഞാനിവിടെ ജോലിക്ക് കയറണമെങ്കിൽ ഒന്നാമത്തെ കണ്ടീഷൻ 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല. 1-ാം തീയതി ശമ്പളം കിട്ടണമെന്നല്ല, ബാങ്ക് വിളിച്ച് എനിക്ക് നിസ്കരിക്കാൻ പോകണം. അടിമ പറഞ്ഞു, ഒന്നാമത്തെ കാര്യം ബാങ്ക് വിളിച്ചാൽ എനിക്ക് നിസ്കരിക്കണം. യജമാനൻ സമ്മതിച്ചു. 2-ാമത്തെ കണ്ടീഷൻ എന്താ? രാത്രി ഞാൻ ഒരു ജോലി ചെയ്യൂല. രാത്രി ഒരു ജോലി ഞാൻ ചെയ്യൂല. രാത്രി കാലങ്ങളിൽ എനിക്ക് വേണം, പകല് ചെയ്യുന്ന ജോലിയേ ഉള്ളൂ, രാത്രി ഞാൻ ഒരു ജോലിയും ചെയ്യില്ല. യജമാനൻ സമ്മതിച്ചു. 3-ാമത്തെ കാര്യം എന്താ? എന്റെ റൂമിന്റെ അകത്ത് ഒരാളും കയറാൻ പാടില്ല. ഞാൻ കിടക്കുന്നത് എവിടെയാണോ അവിടെ ഒരാളും എന്റെ റൂമിന്റെ അകത്ത് കയറാൻ പാടില്ല. അങ്ങനെ സമ്പന്നനായ അടിമ യജമാനന് അടിമയെ കൊട്ടാരത്തിന്റെ മുന്നിൽ കൊണ്ടുപോയിട്ട് പറഞ്ഞു, നിനക്ക് ഇഷ്ടമുള്ള റൂം എടുത്തോളാൻ. ഈ ചങ്ങാതി ഇങ്ങനെ നടക്കാം. യജമാനന്റെ കൊട്ടാരത്തിലെ മനോഹരമായ റൂമുകളുടെ ചാരത്തുകൂടെ പോയി അവസാനം വീടിന്റെ ചാരത്ത് ആർക്കും വേണ്ടാതെ ഒരു ചെറിയ റൂം അടക്കുന്നുണ്ട്. അൽഹംദുലില്ലാ, ഇത് മതി എനിക്ക്. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ആ അടിമ ബാങ്ക് വിളിച്ചു കഴിഞ്ഞാൽ നിസ്കരിക്കാൻ പോകും. രാത്രി കാലങ്ങളിൽ ജോലിയൊന്നുമില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യജമാനനോട് പറഞ്ഞിട്ടുണ്ട്, എന്റെ റൂമിന്റെ അകത്ത് കേറാൻ പാടില്ല. രാത്രി കാലമായാൽ യജമാനൻ കള്ളു കുടിച്ചിട്ട് പെണ്ണുങ്ങൾ ഉടുതുണി ഉരിഞ്ഞിട്ട് ഡാൻസ് ചെയ്യുകയാണ്. അവരുടെ കൂടെയാണ് പടച്ചറപ്പിനെ മറന്ന് ജീവിക്കുന്ന ഒരു യജമാനനാണ്. പടച്ചവനെ അവസാനം ഒരു ദിവസമുണ്ടല്ലോ, തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത പ്രകാശം കാണുകയാണ്. തന്റെ കൊട്ടാരത്തിന്റെ മുകളിലൂടെ കള്ളു കുടിച്ചുകൊണ്ട് യജമാനൻ ഇങ്ങനെ നടക്കുമ്പോ തന്റെ അടിമയുടെ കൊട്ടാരത്തിൽ തന്റെ അടിമയുടെ റൂമിന്റെ അകത്ത് വല്ലാത്ത ഒരു പ്രകാശം. അടിമ പറഞ്ഞിരിക്കുന്നത് റൂമിന്റെ അകത്ത് കയറരുതെന്നാണ്, രാത്രിയിൽ ജോലി തരരുതെന്നാണ്. പിന്നെ എന്താണ് ഇവൻ ഇതിനകത്തിരുന്ന് ചെയ്യുന്നതെന്ന് നോക്കാം. വീടിന്റെ മുകളിലെ പലകയെടുത്ത് മാറ്റിയിട്ട് അവിടുത്തെ ഓടെടുത്ത് മാറ്റിയിട്ട് താഴേക്ക് നോക്കുമ്പോ അടിമ സുജൂദിൽ കിടക്കുകയാ. എന്നിട്ട് പടച്ചവനോട് പറയുന്നു, നാഥാ, പകല് ഒരുപാട് ജോലിയുള്ളത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ കഴിയുന്നില്ല റബ്ബേ.
പകൽ എനിക്ക് യജമാനൻ ഒരുപാട് ജോലി ചെയ്ത് കൊടുക്കണമല്ലോ, അത് കാരണം എനിക്ക് ഇബാദത്ത് ചെയ്യാൻ സമയം കിട്ടുന്നില്ല. ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ളൂ പടച്ചവരെ, എനിക്ക് നീ പുറത്തു തരണേ അല്ലാ, എന്നെ നരകത്തിൽ നിന്ന് കാക്കണേ അല്ലാ. സുജൂദിൽ കിടന്ന് കരയുകയാ. യജമാനൻ നോക്കുമ്പോ പടച്ചവരെ പകല് ജോലിയുള്ളത് കാരണം എനിക്ക് ഒരുപാട് നിസ്കരിക്കാൻ കഴിയുന്നില്ല, ഈ രാത്രി കിട്ടുന്ന സമയമേ ഉള്ള തമ്പുരാന്. സുജൂദിൽ കിടന്ന് കരയുകയാണ്. യജമാനൻ അവിടെ തന്നെ ഇരുന്നു. അല്ലാഹുവേ, സുബഹിക്ക് ബാങ്ക് വിളിക്കുന്നത് വരെ ആ അടിമാതിന്റെ സുജൂദിൽ കിടന്ന് കരയുന്ന രംഗമാ. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, നിസ്കരിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അങ്ങനെയാണ്. അത് വല്ലാത്ത ഒരു ലഹരിയാ ചെറുപ്പക്കാരാ. നമസ്കാരം ഒരു ലഹരിയാ മോരെ, നിസ്കാരം ഒരു ലഹരിയാ മോരെ. ആ നിസ്കാരത്തെ മനസ്സുകൊണ്ടങ്ങ് അതിലേക്ക് അടുത്ത് കഴിഞ്ഞാൽ അത് റബ്ബുമായിട്ടുള്ള ഒരു മുനാജാത്താണല്ലോ, അല്ലാഹുവിനോടുള്ള സംസാരമാണല്ലോ. അല്ലാഹുവേ, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു നസ്ർ റളിയല്ലാഹു തആല അൻഹു, മഹാനായ അബ്ദുല്ലാഹ് ഇബ്നു ദാരിസ് റളിയല്ലാഹു തആല അൻഹു, മഹാനവറുകൾ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുകയാ. അതാ രോഗം പിടിച്ച് മരണത്തോടെ മല്ലടിച്ചുകൊണ്ട് കിടക്കുമ്പോ മഹാനായ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് കാണാൻ പോവുകയാണ്. സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുന്ന ദാരിസ് തങ്ങൾ കരയുകയാ, അവിടുന്ന് കരയുകയാണ്. ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ദാദാ മഹാനായ യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് ചോദിക്കുന്നു, ദാരിസ് തങ്ങളെ എന്തിനാ കരയുന്നത്? മരണത്തിനെ പേടിച്ചിട്ടാണോ? മരണമടുത്തത് കൊണ്ടാണോ കരയുന്നത്? അവിടുന്ന് പറഞ്ഞു, ഒരിക്കലുമില്ല, ഞാൻ കരയുന്നത് എന്തിനെന്നറിയോ? അല്ലാഹുവേ, ഇനി മുതൽ എനിക്ക് നിസ്കരിക്കാൻ കഴിയില്ലല്ലോ, എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ സുജൂദ് ചെയ്യാൻ കഴിയില്ലല്ലോ. പാതിരാത്രി എഴുന്നേറ്റ് തഹജ്ജുദ് നിസ്കരിക്കുന്നതിന്റെ സുഖം എനിക്കിനി അനുഭവിക്കാൻ കഴിയില്ലല്ലോ, അതുകൊണ്ടാണ് കരയുന്നതെന്ന് പറയുമ്പോ, എടാ സഹോദരാ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങള്, നമസ്കാരത്തിൽ നിന്ന് വിട്ടു പിരിഞ്ഞു പോകുന്നതിന്റെ പേരിലാണ് മഹാനായ ദാരിസ് തങ്ങൾ കരഞ്ഞതെന്ന് ചരിത്രം പറയുമ്പോ, അതിനാ നമസ്കാരമെന്ന് പറയുന്നത്. ആ നമസ്കാരത്തിലാണ്, ആ നമസ്കരിച്ച് കഴിയുമ്പോഴാണ് ഉമ്മ പ്രസവിച്ചതുപോലെ സർവ്വ പാപങ്ങളും അല്ലാഹു പുറത്തു സ്വർഗ്ഗം തരുന്നത്. അങ്ങനെ നമസ്കരിക്കാൻ നമ്മളെ കൊണ്ട് കഴിയണമല്ലോ. അവസാനം യഹ്യ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹുവിനോട് ദാരിസ് തങ്ങൾ 2 വസിയത്താ കൊടുത്തത്. ഒന്നാമത്തെ വസിയത്ത് എന്തെന്നറിയോ? എനിക്കെന്ന് പറയാൻ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രവും ഈ കിടക്കുന്ന പായും ആയിരിക്കുന്ന പാത്രവുമല്ലാതെ ഒന്നും എന്റെ കയ്യിലില്ല. എന്റെ സമ്പാദ്യമെന്ന് പറയാൻ ഇട്ടിരിക്കുന്ന വസ്ത്രം, ഈ ഇരിക്കുന്ന ഈ കടിക്കുന്ന പാത്രം, ഇത് 3വല്ലാതെ എന്റെ കയ്യിലൊന്നുമില്ല. അതുകൊണ്ട് ഞാൻ മരിച്ചു കഴിഞ്ഞാൽ ഇരിക്കുന്ന പാത്രവും പായയും സദഖ കൊടുക്കണേ, ഇരിക്കുന്ന പാത്രവും ഈ പായയും സദഖ കൊടുക്കണേ. എന്നിട്ട് ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്, ഞാൻ ധരിച്ചിരിക്കുന്ന ഈ വസ്ത്രം ഊരി മാറ്റരുത്. ഈ വസ്ത്രം ഇട്ടുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്, ഈ വസ്ത്രം ധരിച്ചുകൊണ്ടാ ഞാൻ നിസ്കരിച്ചത്. പാതിരാത്രിയുടെ നിശബ്ദതയിൽ ഞാൻ എഴുന്നേറ്റ് നിസ്കരിച്ചിട്ട് കരഞ്ഞ് കണ്ണുനീര് വീണ വസ്ത്രമാ ഇത്. അല്ലാഹുവേ, നരകത്തിന്റെ ശിക്ഷ തൊടില്ലല്ലോ, നരകത്തിന്റെ തീ തൊടില്ലല്ലോ, ഖബറിലെ മണ്ണ് തൊടില്ലല്ലോ. അതുകൊണ്ട് എന്നെ ഈ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തോടെ കഫം പൊതിയടേ. എന്റെ പ്രിയമുള്ള സഹോദരാ, നമസ്കാരം അല്ലാഹുവിന് വേണ്ടി ചെയ്യുന്ന കാര്യമാ. അത് ചെയ്യുമ്പോ അല്ലാഹു തരുന്ന പ്രതിഫലം, നമ്മുടെ പാപം അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയമുള്ളവരെ, നോമ്പ് പിടിച്ച പ്രതിഫലം എന്താണ്? നോമ്പ് പിടിച്ച നമ്മുടെ പാപം പൊറുക്കുകയാണ്, നോമ്പ് പിടിക്കുന്നവന്റെ പാപം പൊറുക്കുകയാണ്. എന്റെ പ്രിയമുള്ളവരെ, ഹജ്ജിന്റെ പ്രതിഫലം എന്താ? കഷ്ടപ്പെട്ട് സമ്പാദിച്ച പണം കൊണ്ട് അല്ലാഹുവിന്റെ
അല്ലാഹുവിന്റെ പരിശുദ്ധമായ കഅബാലയത്തിൽ പോയി ഹജ്ജ് ചെയ്താൽ അല്ലാഹു അവന് കൊടുക്കുന്ന പ്രതിഫലം എന്താ? ഉമ്മ പ്രസവിച്ചതുപോലെ അല്ലാഹു അവനെ ശുദ്ധീകരിക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അതാ പടച്ച റബ്ബ് ഹജ്ജ് ചെയ്ത ഒരു മനുഷ്യന് കൊടുക്കുന്ന പ്രതിഫലം അവന്റെ പാപങ്ങൾ അല്ലാഹു പൊറുക്കുകയാ. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ പാപം പൊറുക്കും, നിസ്കരിച്ച പാപം പൊറുക്കും, നോമ്പ് പിടിച്ച പാപം പൊറുക്കും, ഹജ്ജ് ചെയ്ത പാപം പൊറുക്കും, സകാത്ത് കൊടുത്ത പാപം പൊറുക്കും, സദഖ കൊടുത്ത പാപം പൊറുക്കും. എന്റെ പ്രിയമുള്ളവരെ, ഒളുവെടുത്ത പാപം പൊറുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഏത് കാര്യം ചെയ്താലും അല്ലാഹു പാപം പൊറുക്കും അതിലൂടെ. അത് റബ്ബ് നമുക്ക് തരുന്ന സമ്മാനമാണ്. അല്ലാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. എല്ലാവരും വാചി നോക്കി തുടങ്ങി. എനിക്ക് മനസ്സിലായി 9:30 എന്ന് പറഞ്ഞപ്പോൾ 9:45. ഇൻഷാ അല്ലാഹ് 15 മിനിറ്റ് കൂടി. ശരി, ഇൻഷാ അല്ലാഹ് സാരിക്ക അപ്പോഴേ പറഞ്ഞായിരുന്നു, ഞാൻ ചോദിക്കണില്ല. ഉസ്താദ് ഇത്തിരി കൂടെ പറയണമെന്ന് ചോദിക്കരുത്, നേരത്തെ പറഞ്ഞിരിക്കുക. അപ്പൊ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് അൽഹംദുലില്ലാഹ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഞാൻ നിർത്തുന്നു. ഏത് കാര്യം ചെയ്താലും ആ ചെയ്യും നിങ്ങൾ ആലോചിക്കുക. ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞാൽ പാപം പൊറുക്കണേ, സ്വർഗം കിട്ടും. 2, നിസ്കരിച്ച പാപം പൊറുക്കും, സ്വർഗം. പാപം പൊറുത്താലല്ലേ സ്വർഗത്തിൽ പോകാൻ പറ്റൂ. ഹജ്ജ് ചെയ്ത, നോമ്പ് പിടിച്ച, സദഖ കൊടുത്ത, സക്കാത്ത് കൊടുത്ത, ഒളുവെടുത്ത എന്തിന്? പള്ളിയിലേക്ക് നടന്നു വന്ന, ഈ ഇൽമിന്റെ സദസ്സിലേക്ക് നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും പകരം അല്ലാഹു പാപം പൊറുത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന അല്ലാഹു നമ്മുടെ പാപങ്ങൾ പൊറുക്കുകയാണ്. പടച്ച റബ്ബ് നമ്മുടെ പാപങ്ങൾ പുറത്തു തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. 7ാമത്തെ കാര്യം ഒന്നുകൂടെ പറഞ്ഞ പിരിയാ. ഇനി അടുത്ത വെള്ളിയാഴ്ച ഉണ്ടെങ്കിൽ ഉണ്ട്, ഇല്ലെങ്കിൽ ഇല്ല. അതല്ലേ അവസ്ഥ. ഇൻഷാ അല്ലാഹ് ഒരു 10 മിനിറ്റ് കൂടി ഇരിക്കല്ലേ? ഷൗക്കത്തൊക്കെ ചായ ഉണ്ടാ? എടുത്തു കൊടുത്തൂടെ? കൊടുത്തേക്കല്ല, ചായ കുടിച്ചോണ്ടിരിക്കട്ടെ. ഷൗക്കത്തൊക്കെ ഉഷാറൊന്നും ഇല്ലപ്പാ. മോളുടെ പ്രസവമൊക്കെ നല്ല നിലയിലാവൂപ്പ. അൽഹംദുലില്ലാഹ്. അല്ലാഹു അദ്ദേഹത്തിന്റെ പ്രിയപ്പെട്ട മകൾ ഗർഭിണിയാണ്. അല്ലാഹു സുഖപ്രസവം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ദുനിയാവിലെ ആഖിറത്തിൽ ഉപകരിക്കുന്ന സന്താനങ്ങൾ അല്ലാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ല, അൽഹംദുലില്ലാഹ്. ഒരുപാട് പേര് ചായ, കഴിഞ്ഞ പ്രാവശ്യം അലുവയും പഴവും എന്തൊക്കെ, അൽഹംദുലില്ലാഹ്. അല്ലാഹു ആരെല്ലാം ആ ഭക്ഷണങ്ങൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു, കരുണക്കടലായ പടച്ച റബ്ബ് അവർക്ക് സ്വർഗത്തിന്റെ ഭക്ഷണം കൊടുത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹു ഹൗലുൽ കൗസർ കുടിക്കാൻ ഭാഗ്യം നൽകുമാറാകട്ടെ. അല്ലാഹു അവരുടെ കുടുംബ ജീവിതത്തിൽ അല്ലാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. അവരുടെ റിസ്ഖിൽ അല്ലാഹു വിശാലത നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അപ്പൊ ഇൻഷാ അല്ലാഹ് ഒറ്റ കാര്യം കൂടെ, എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, അല്ലാഹു എന്തെങ്കിലും മുസീബത്ത് നൽകിയാൽ, അല്ലാഹു എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ, ആ പരീക്ഷണത്തിലൂടെയും നമ്മുടെ പാപങ്ങൾ അല്ലാഹു പുറത്തു തരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു. പടച്ചവൻ എന്തെങ്കിലും ഒരു പരീക്ഷണം നൽകിയാൽ ആ പരീക്ഷണത്തിലൂടെയും അല്ലാഹു നമുക്ക് തരുന്നത് നമ്മുടെ പാപം പൊറുക്കണേ. കാലിൽ ഒരു മുള്ളു കൊണ്ടാൽ ആ മുള്ളു കൊള്ളുന്ന വേദനയ്ക്ക് പകരം അല്ലാഹു നിന്റെ പാപം പുറത്തു തരും. മഹാനായ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുത്തുനബി നമുക്ക് അവിടെ നിന്ന് പഠിപ്പിച്ചു തരുന്നു. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, ഏതെങ്കിലും ഒരു മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ റബ്ബ് നമ്മുടെ പാപം പൊറുക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് പറയുന്നു, മഹാനായ ജാബിർ റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, എന്റെ പ്രിയമുള്ളവരെ, നമുക്ക് എന്തെങ്കിലും മുസീബത്ത് ഉണ്ടായാൽ ആ മുസീബത്തിലൂടെ അല്ലാഹു നമ്മുടെ പാപങ്ങൾ പുറത്തു തരുന്നു. അതുപോലെ തന്നെ മഹാനായ മുഹമ്മദ് ഇബ്നു കഅബ് റളിയല്ലാഹു തആല അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, അല്ലാഹുവേ, നിന്റെ സൃഷ്ടികളിൽ ഏറ്റവും വലിയ പാപി ആരാ പടച്ചവനെ? അല്ലാഹു പഠിക്കാൻ ഭാഗ്യം തരുമാറാകട്ടെ. അല്ലാഹ് പഠിക്കാൻ തരുമാറാകട്ടെ. മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, നിന്റെ അടിമകളിൽ ഏറ്റവും വലിയ പാപി ആരാ? ഇങ്ങോട്ട് നോക്ക്, തിന്നുന്നതിനിടയിൽ മറന്നു പോകരുത്. മാസ്ക് ഒക്കെ ഊരിക്കള ചങ്ങാതി. എനിക്ക് നിങ്ങളെ കാണുമ്പോ ചിരിയാ വരണേ. ഈ മാസ്ക് ഇട്ടിരിക്കണ കാക്കാമാർക്ക് കേൾക്കാൻ വേണ്ടിയാ ഞാൻ ഈ ഒറ്റ ഹദീസ് പറഞ്ഞിട്ട് നിർത്താം. എന്നിട്ട് വിചാരിക്കും മാസ്ക് വേണോ വേണ്ടയോ. മാസ്ക് ഇട്ടുകൊണ്ട് ചായ കുടിക്കരുത്. ഈ കുറെ നാട് വഴുത് പറയാതിരുന്നപ്പോ തൊണ്ടയൊക്കെ പോയി. ഇതാ ലൈബൊക്കെ പോകുന്നുണ്ടല്ലോ, കുഴപ്പമൊന്നും ഇല്ലല്ലോ. നീ ഇങ്ങോട്ട് നോക്ക് നടക്കട്ടെ. അൽഹംദുലില്ലാഹ്. ചെരുപ്പോടയിലൊക്കെ അല്ലാഹു ബർക്കത്ത് ചെയ്യട്ടെ, കുഴപ്പമൊന്നുമില്ല. ഇങ്ങോട്ട് നോക്ക്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മൂസാ നബി അലൈഹിസ്സലാം അല്ലാഹുവിനോട് ചോദിച്ചു, പടച്ചവനെ, ഈ ജനങ്ങളിൽ വെച്ച് ഏറ്റവും വലിയ പാവി ആരാ? അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു,
അള്ളാഹു പറയുകയാ മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാണ്. അള്ളാഹു പറഞ്ഞു മൂസ എന്നെ തെറ്റിദ്ധരിക്കുന്നവനാ. അവിടുന്ന് ചോദിച്ചു അള്ളാഹുവെ നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല? നിന്നെ ആരെങ്കിലും തെറ്റിദ്ധരിക്കുമോ അല്ല? ആരാ പടച്ചവനെ നിന്നെ തെറ്റിദ്ധരിക്കുക? അവിടെ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു ഞാൻ എന്തെങ്കിലും ഒരു ഖൈറ് കൊടുക്കുകയാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ അവർ ഇഷ്ടപ്പെടും. നല്ലതുപോലെ കേൾക്കണം. അല്ലാഹ് പറയാ ഞാൻ എന്തെങ്കിലും ഒരു നന്മ കൊടുത്താൽ, ഒരു സന്തോഷം കൊടുത്താൽ അൽഹംദുലില്ലാഹ് ഹാപ്പിയാ. പക്ഷേ ഞാൻ എന്തെങ്കിലും ഒരു പരീക്ഷണം കൊടുത്താൽ അതിലവര് നിരാശരാകും, അവർക്കത് ഇഷ്ടപ്പെടില്ല. അവരാണ് എനിക്കെതിരെ പ്രവർത്തിക്കുന്നത് എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങൾ ചിന്തിക്കുക, എത്രയോ ഗൗരവത്തോടു കൂടി കാണേണ്ട ഹദീസ്. ജനങ്ങളിൽ ഏറ്റവും വലിയ പാപി അള്ളാഹു സന്തോഷം കൊടുക്കുമ്പോൾ വലിയ സന്തോഷം, പണം കിട്ടി, വീട് കിട്ടി, മക്കളുടെ വിവാഹമൊക്കെ നടന്നു, അൽഹംദുലില്ലാഹ് റാഹത്ത് പറഞ്ഞു നടക്കും. രോഗമോ പരീക്ഷണമോ കടവോ ആയി കഴിഞ്ഞാൽ പോയി. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, അവനാണ് ഏറ്റവും വലിയ പാവി എന്ന് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ. അല്ലാഹു നമ്മളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലേ, കൊറോണയ്ക്ക് മുമ്പ് വരെ കച്ചവടം ഉണ്ടായിരുന്നു, അൽഹംദുലില്ലാഹ് ലാഭം 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 ലാഭം. 5 മാസം ലാഭം ഇല്ലാതായപ്പം പോരാ. 5 മാസം നിന്റെ കച്ചവടത്തിലിട എത്ര കാലം ലാഭം കിട്ടി? 5 മാസമല്ലേ കുറഞ്ഞുള്ളൂ. അത് നിന്നെക്കാളും കുറവുള്ള എത്രയോ പാവങ്ങൾ പൂട്ടിയിട്ട് പോയി. നിന്റെ കട ഇപ്പോഴും കച്ചവടം ഉണ്ടല്ലോ, അപ്പൊ അൽഹംദുലില്ലാഹ് അല്ലേ പറയണ്ടേ? എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അതുകൊണ്ട് എല്ലാവർക്കും കൊറോണയെ പേടി അല്ലേ? എല്ലാരും മാസ്കും ധരിച്ച് പേടിച്ചു പുറത്തിറങ്ങാതെ പള്ളിയിൽ പോലും വരാതിരിക്കുക. പള്ളിയിൽ പോയാൽ രോഗം വരും. എന്റെ പ്രിയമുള്ള സഹോദരങ്ങളെ, മഹദിയായ ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ കൊറോണ രോഗത്തെ പേടിച്ചുകൊണ്ട്, കോവിഡിനെ പേടിച്ചുകൊണ്ട് നടക്കുന്ന പള്ളിയിൽ പോലും വരാത്ത മുസ്ലിമേ, ആയിഷ ബീബി റളിയല്ലാഹു തആല അൻഹാ അല്ലാഹുവിന്റെ പ്രവാചകനോട് ചോദിക്കുന്നു, യാ റസൂലല്ലാഹ്, പ്ലേഗ് രോഗമെന്ന് പറഞ്ഞാൽ എന്താണ് നബിയേ? ഈ കൊറോണയെ പോലെ ജനങ്ങൾ പേടിച്ചിരുന്ന ഒരു രോഗമാണ് പ്ലേഗ് രോഗം. എന്റെ പ്രിയപ്പെട്ടവരെ, ഇവിടെ ഇരിക്കുന്ന പ്രായമുള്ളവർക്ക് ചിലപ്പോൾ അറിയാൻ കഴിയും. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, ആയിഷ, പ്ലേഗ് എന്ന് പറഞ്ഞാൽ അല്ലാഹുവിന്റെ ഒരു ശിക്ഷയാണ്. പ്ലേഗ് രോഗമെന്ന് പറയുന്നത് അല്ലാഹുവിന്റെ ഒരു ശിക്ഷയാണ്. റസൂലുള്ളാഹി പറയുകയാണ്, അല്ലാഹുവേ, അത് അല്ലാഹുവിനെ മറന്നു നടക്കുന്നവർക്ക് പടച്ച റബ്ബ് കൊടുക്കുന്ന ഒരു ശിക്ഷയാ. എന്നിട്ട് പ്രവാചകൻ അവിടെ നിന്ന് പറയുകയാണ്, ഏതെങ്കിലും ഒരു മുഅ്മിനിന് ആ രോഗം പിടിപെട്ടു, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് അത് വരും, അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് അത് വരൂല. റസൂലുള്ളാഹി പറയുകയാണ്, ഒരു നാട്ടിൽ പ്ലേഗ് രോഗം വന്നു കഴിഞ്ഞാൽ ആ നാട്ടിൽ നിന്ന് പോകാൻ പാടില്ല, നാട് വിടാൻ പാടില്ല. ഇത് അല്ലാഹു വരുമെന്ന് തീരുമാനിച്ചാൽ എനിക്ക് വരുമെന്ന് പറഞ്ഞ് ക്ഷമിച്ചുകൊണ്ട് ആരെങ്കിലും ആ നാട്ടിൽ ജീവിച്ചാൽ അല്ലാഹു അവന് പ്രതിഫലം കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, ഒരു നാട്ടിൽ പ്ലേഗ് വന്നു കഴിഞ്ഞാൽ ഇത് പടച്ച റബ്ബിന്റെ ശിക്ഷയാണ്. അല്ലാഹു ഉദ്ദേശിച്ചവർക്കേ ഇത് വരൂ. നല്ലതുപോലെ കേട്ടോ, അല്ലാഹു ഉദ്ദേശിച്ചവർക്ക് ഇത് വരൂ, അല്ലാഹു ഉദ്ദേശിക്കാത്തവർക്ക് ഇത് വരില്ല. ക്ഷമിച്ചുകൊണ്ട് ആരെങ്കിലും ആ നാട്ടിൽ കഴിഞ്ഞാൽ അവൻ അല്ലാഹു പ്രതിഫലം കൊടുക്കും. ഇനി ആർക്കെങ്കിലും ആ രോഗം വന്ന് മരണപ്പെട്ടാ അല്ലാഹു അവന് ഷഹീദിന്റെ കൂലി കൊടുക്കുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, എന്റെ പ്രിയപ്പെട്ടവരെ, കോവിഡ് എന്ന് പറയുന്ന ഒരു വൈറസ് കടന്നു വന്നപ്പോ ജനങ്ങൾക്ക് കുടുംബക്കാരുടെ വീട്ടിൽ പോകാൻ പേടിയാണ്, പള്ളിയിൽ പോകാൻ പേടിയാണ്, മറ്റൊരുത്തന്റെ കയ്യിൽ പിടിച്ചിട്ട് മുസാഫഹ ചെയ്യാൻ പേടിയാണ്, മറ്റൊരാളുടെ ചാരത്ത് പോയി നിൽക്കാൻ പേടിയാണ്, നമസ്കരിക്കുമ്പോ അടുത്തടുത്തിരുന്ന് നിസ്കരിക്കാൻ പേടിയാണ്, കള്ളുഷാപ്പിൽ നിരന്ന് നിൽക്കുമ്പോ അകലമില്ല, ബസിന്റെ അകത്ത് യാത്ര ചെയ്യുമ്പോ അകലമില്ല, മാർക്കറ്റിൽ നിൽക്കുമ്പോ പേടിയില്ല, പള്ളിക്കകത്ത് വരുമ്പോ മാത്രം എന്തേ ഇത്ര ഭയം മുസ്ലിമേ? എങ്കിലൊരു ചരിത്രം പറയാ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു, മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹുവിന്റെ നാട്ടില് അതാ പടച്ചവനെ പ്ലേഗ് രോഗം ഇങ്ങനെ പടരുകയാ. നാട്ടുകാർ മുഴുവനും ഓടുകയാണ്. പ്ലേഗ് രോഗം വന്നപ്പോ ജനങ്ങൾ മുഴുവനും നാട് വിടുകയാണ്. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നാട് വിട്ടു പോകുന്നവരോട് ചോദിക്കുകയാ, നിങ്ങൾ എവിടെ പോകുകയാ? നിങ്ങൾ
നമ്മൾ എവിടെ പോകുകയാ? അല്ലാഹുവിന്റെ റസൂല് പറഞ്ഞത് നിങ്ങൾക്ക് ഓർമ്മയില്ലേ? ഇത് അല്ലാഹു നമുക്ക് തന്നിരിക്കുന്ന അവസരമാ, അല്ലാഹു ഇത് നമുക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹമാ. എന്തിനാ നാട് വിടുന്നത്? മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പറയുകയാണ്, ഏതെങ്കിലും ഒരു മനുഷ്യന് പ്ലേഗ് രോഗം വന്ന് മരണപ്പെട്ട അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ, അവന് ഷഹീദിന്റെ കൂലിയുണ്ടെന്നാ. പിന്നെ എന്തിനാ നിങ്ങൾ ഭയപ്പെട്ടുകൊണ്ട് നാട് വിടുന്നത്? മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്ലേഗ് രോഗം പടർന്നുകൊണ്ടിരിക്കുമ്പോ നാട്ടിൽ തന്നെ നിൽക്കുകയാണ്. അല്ലാഹുവേ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. തന്റെ രണ്ടാമക്കളെയും തന്റെ ഭാര്യമാര്, 2 ഭാര്യമാരുണ്ട്, ആ ഭാര്യമാരെ ഒരുമിച്ചിരുത്തിയിട്ട് മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ഷഹീദിന്റെ കൂലിയാണല്ലോ, നിന്റെ റഹ്മത്ത് ഞങ്ങൾക്ക് തരണേ അല്ലാ. മഹാനവർ നോക്കുമ്പോ, മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു നോക്കുമ്പോ തന്റെ ആരോഗ്യവാന്മാരായ 2 മക്കളുണ്ടല്ലോ, ചെറുപ്പക്കാരായ യോദ്ധാക്കളായ 2 മക്കള് രോഗം വന്നിട്ട്, പ്ലേഗ് രോഗം വന്നിട്ട് വേദന സഹിക്കാൻ കഴിയാതെ കിടക്കുകയാണ്. വാപ്പ കാണാൻ പോവുകയാ. പ്ലേഗ് രോഗം പിടിച്ചു മരണത്തോട് മല്ലടിച്ചു കൊണ്ടിരിക്കുന്ന മക്കളുടെ ചാരത്ത് ചെന്നിട്ട് ചോദിച്ചു, മക്കളെ, പരാതി വല്ലതുമുണ്ടോ? പ്രയാസം വല്ലതുമുണ്ടോ? മക്കളെ, ക്ഷമിക്ക്, അല്ലാഹു നമുക്ക് സ്വർഗം തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്. മരണപ്പെട്ട ഷഹീദിന്റെ കൂലിയാ. അൽ ഹഖ്ഖു മിർ റബ്ബിക ഫലാ തകൂനന്ന മിനൽ മുംതരീൻ. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പ്ലേഗ് രോഗം പിടിച്ച് മരണത്തോട് മല്ലടിക്കുന്ന മക്കളോട് പറയുകയാ, അല്ലാഹ് പറഞ്ഞത് തരും മക്കളെ, മക്കള് പേടിക്കണ്ട, ഷഹീദിന്റെ കൂലിയാ. പ്ലേഗ് രോഗം പിടിച്ച് മരിക്കാൻ കിടക്കുന്ന മക്കൾക്ക് സമാധാനത്തിന്റെ, സന്തോഷത്തിന്റെ, സ്വർഗത്തിന്റെ വാക്കാ വാപ്പ പറഞ്ഞു കൊടുക്കുന്നത്. 2 മക്കളും മരണപ്പെട്ടു. മഹാനായ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു പടച്ചവനെ, തന്റെ ഭാര്യമാർക്കും ഈ പ്ലേഗ് വന്നു. അപ്പോഴും തന്റെ ഭാര്യമാരോട് ചെന്ന്, പടച്ചവരെ, 2 ഭാര്യമാരുണ്ടായിട്ടും വേർതിരിവില്ല, 2 പേരോടും നീതിയായ രീതിയിലാണ് പെരുമാറുന്നത്. മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു തന്റെ ഭാര്യമാരോട് യാത്ര പറയുകയാണ്. അവിടുന്ന് പൊരുത്തം ചോദിക്കുകയാണ്. അവർക്ക് സ്വർഗം കിട്ടുമെന്നുള്ള സന്തോഷ വാർത്ത അറിയിച്ചു കൊടുക്കുകയാ. എന്റെ പ്രിയമുള്ളവരെ, 2 ഭാര്യമാരും അവിടെ നിന്ന് മരണപ്പെട്ടു. അവസാനം മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു തആല അൻഹു അവിടുന്ന് തനിക്കും പ്ലേഗ് രോഗം വന്നിട്ട് ഈ ലോകത്ത് നിന്ന് ഷഹീദായി പോയെന്ന ചരിത്രം പറയുമ്പോ എന്തിനാ ഭയപ്പെടുന്നത്? വരാനുള്ളത് എവിടെ വെച്ചാണെങ്കിലും വരും. കള്ളുടിക്കാൻ ഭയപ്പെടല്ലോ വന്നേ, ബിവറേജ് പോയപ്പോഴല്ലേ വന്നേ, അല്ലാതെ പള്ളി വന്നപ്പോഴല്ലേ വന്നേ. ആ പോയാലും കുഴപ്പമില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുകൊണ്ട് പേടിച്ച് നടക്കാതെ അള്ളാഹിനെ പേടിച്ച് ജീവിക്കുക. അള്ളാഹു നമുക്ക് ഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ.